നിത്യേന ക്ഷേത്രത്തിൽ പോകുന്ന ഒരു സ്ത്രീ ഒരു ദിവസം പൂജാരിയോട് പറഞ്ഞു, ഞാനിനി ഇവിടെ വരില്ല. ഇവിടെ എല്ലാവരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുകയും ഫോൺ വിളിയുമാണ്. കുറച്ചു മാത്രം പൂജയും വളരെ തട്ടിപ്പുമാണ് ഇവിടെ നടക്കുന്നത്. പൂജാരി പറഞ്ഞു, ഒരു ഗ്ലാസ് നിറയെ വെള്ളം കൊണ്ടുവരൂ. അവർ അത് ചെയ്തു. ഇനിയും 2 പ്രാവശ്യം ഇതുമായി അകത്ത് പ്രദക്ഷിണം ചെയ്യണം. ഒരു തുള്ളി വെള്ളം പോലും തൂവിപ്പോകരുത്. സ്ത്രീ അങ്ങനെ ചെയ്തു. അതിനുശേഷം പൂജാരി ചോദിച്ചു, ഇപ്പോൾ ആരെങ്കിലും ഫോൺ വിളിക്കുന്നതോ ആരെങ്കിലും തമ്മിൽ സംസാരിക്കുന്നതോ നിങ്ങൾ കേട്ടുവോ? ആരെങ്കിലും കബളിപ്പിക്കുന്നത് കണ്ടുവോ? സ്ത്രീ പറഞ്ഞു, ഞാനൊന്നും കണ്ടില്ല, ഒരു ശബ്ദവും കേട്ടിട്ടുമില്ല. പൂജാരി പറഞ്ഞു, നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും വെള്ളം തൂവാതെ സൂക്ഷിക്കുന്നതിൽ കേന്ദ്രീകരിച്ചിരുന്നു. അതിനാൽ നിങ്ങൾക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ക്ഷേത്രത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഈശ്വരനിൽ കേന്ദ്രീകരിച്ചാൽ മറ്റൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല. നമ്മുടെ ശ്രദ്ധ എവിടെയെന്നത് ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. നാം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതിൽ നിന്നും നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുമ്പോഴാണ് നാം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ തങ്ങളുടെ സ്വന്തം കുറവുകളാണ് പുറത്തു വരുന്നത്. കള്ളനല്ലേ കൊള്ളക്കുഴി അറിയാവൂ എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. അതായത് കൊള്ള മുതൽ സൂക്ഷിച്ചിരിക്കുന്നിടം കള്ളന് മാത്രമേ അറിയുള്ളൂ. കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് കുറ്റങ്ങൾ ചെയ്യുവാനുള്ള സാധ്യത മറ്റാരേക്കാളും വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഞാനിത് എത്ര കണ്ടതാ എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് അവർക്ക് ഇമാതിരി എല്ലാ വക്രതകളും വളരെ പരിചിതമാണ് എന്നർത്ഥം. ഇമാതിരി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഈശ്വരനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകും. ആരാധനകളിൽ സംബന്ധിക്കുന്ന മിക്കവരും ബാഹ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവീക കാര്യങ്ങൾക്ക് പകരം മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് കണ്ടെത്തുക. പലപ്പോഴും കുറ്റങ്ങളെന്ന് നാം കരുതുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലം അറിയാത്തതിനാൽ പലതും യഥാർത്ഥത്തിൽ കുറ്റങ്ങളായിരിക്കില്ല. അങ്ങനെ അറിയാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരായും തീർന്നേക്കാം. ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെയാണ് കണ്ടെത്തുക. നാം ആരും കുറവുകളില്ലാത്തവരല്ലല്ലോ. നമ്മുടെ കുറവുകളെ കണ്ടെത്തി തിരുത്തി സമൂഹത്തിന് അനുഗ്രഹമായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. അതിനായി ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ നാം സജ്ജരായി തീരട്ടെ.